ഹിന്ദി ഹൃദയഭൂമിയിലെ വിക്രമൻ്റെ മുത്തുവിൻ്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുത്തുവില്ല, വിക്രമൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഇന്ന് നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മധ്യപ്രദേശിലുള്ള ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. കേട്ടിട്ടുണ്ടാവല്ലോ, മലയാളത്തിൽ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഉജ്ജയിനിയിൽ നായിക എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്താണുള്ളത്. ഇവിടെ നമ്മളൊരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ്, മഹാകാൽ ടെമ്പിൾ, മഹാകാലേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇന്നലെ വന്നു, പക്ഷേ രാത്രിയായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ രാവിലെയാണ്, നമ്മൾ രാവിലെ 5 മണിക്ക് ദർശനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സ്ഥലവും അമ്പലവുമാണ് കേട്ടോ ഉജ്ജയിൻ എന്ന് പറയുന്നത്. വഴിയെ ഡീറ്റെയിൽസ് പറയാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഉജ്ജയിൻ എന്ന നഗരിയിലോട്ടാണ്. ഉജ്ജയിനിലോട്ട് ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റ്സ് ഇല്ല, ട്രെയിനുണ്ട്. പക്ഷേ ട്രെയിന് എല്ലാ ഫ്രൈഡേയും മാത്രമേ കൊച്ചിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നുള്ളൂ. അതും ഏകദേശം 24 മണിക്കൂറിൽ മേലെ എടുക്കും അവിടേക്ക് എത്താനായിട്ട്. പിന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിലും നമ്മൾ വേറെ ദിവസം വരെ കാത്തിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ദിവസങ്ങളിൽ ട്രെയിൻ ഇങ്ങോട്ടില്ല. അപ്പോൾ ഞാൻ ഫ്ലൈറ്റാണ് എടുത്തത്. ഫ്ലൈറ്റ് പോകാനായിട്ട് എപ്പോഴും കണക്ഷൻ ഫ്ലൈറ്റ്സേ ഉള്ളൂ. അതും ഇൻഡോർ എന്ന് പറഞ്ഞ സിറ്റിയിലോട്ടാണുള്ളത്. ഇൻഡോറിൽ ചെന്നിട്ട് പിന്നെ നമുക്ക് ഉജ്ജയിനിലോട്ട് 1 മണിക്കൂർ ബൈ റോഡ് പോകാനുള്ളതുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് നേരെ മുംബൈയിലൊരു 4 മണിക്കൂർ 5 മണിക്കൂറോളം ഡിലേ ഉണ്ട്, ലേ ഓവർ ഉണ്ട്. അതിനുശേഷം അവിടുന്ന് തിരിച്ച് ഇൻഡോറിലോട്ട്, ഇൻഡോറിൽ നിന്ന് 1 hour ബൈ റോഡ്, അങ്ങനെയാണ് ഉജ്ജയിനിലെത്തേണ്ടത്. അത് ബാംഗ്ലൂർ വഴിയും ഹൈദരാബാദ് വഴിയും ചെന്നൈ വഴിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണക്ഷൻ ഫ്ലൈറ്റ്. പല റേറ്റുകളിലും പല സമയങ്ങളിലുമായിട്ട് അവൈലബിൾ ആണ്. ഞാനെടുത്തിരിക്കുന്നത് അങ്ങോട്ട് മുംബൈ വഴിയും തിരിച്ച് വരുന്നത് ബാംഗ്ലൂർ വഴിയാണ്. അപ്പോൾ ഒരു 1 day നമുക്ക് പോയി കിട്ടും ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ 3 ദിവസത്തേക്കുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ അങ്ങോട്ടുള്ള ഒരു ദിവസം അവിടുത്തെ സ്റ്റേ, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഒരു ദിവസം ട്രാവൽ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു 9 മണിക്ക് ഞാൻ തിരിച്ചു. അവിടെ ഉജ്ജയിനിൽ 8 മണിക്ക് എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇൻഡോർ എയർപോർട്ട്. വളരെ നല്ലൊരു ക്ലീൻ ആൻഡ് സ്മോൾ എയർപോർട്ട്, നമ്മുടെ കണ്ണൂർ എയർപോർട്ടൊക്കെ പോലെ. ഒത്തിരി എയർ ട്രാഫിക്കൊന്നുമില്ല, ഒത്തിരി ആൾക്കാരും ഇല്ല. അപ്പോൾ നമ്മൾ പിക്കപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു അറേഞ്ച് ചെയ്ത ഡ്രൈവർ ഉണ്ടായിരുന്നു. പോകുന്ന വഴി നമുക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ടല്ലോ ഉജ്ജയിനിലോട്ട്. അപ്പോൾ അത് NH ലൂടെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി ഔട്ട് ഓഫ് നോ വെയർ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് പുള്ളി റെക്കമെൻഡ് ചെയ്തതാണ്. വേറെ ചെറിയൊരു ഢാബാസൊക്കെ അവിടെ ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മളിതുവരെ കാണാത്ത സ്കെയിലുള്ള ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ്. ചാർപ്പായി എന്നാണ് അതിൻ്റെ പേര്. എത്രയോ ഹെക്ടറിൽ പരന്ന് നടക്കുന്നൊരു റെസ്റ്റോറൻറ്റ് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. നമ്മളവിടെ ഇരുന്നൊരു ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു മസാല പാപ്പഡ് ആൻഡ് പനീർ ദോ പ്യാസ ആൻഡ് റോട്ടി കഴിച്ചു. അപ്പോൾ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു രസമായിരിക്കും ഇതേപോലെ ഒരു വലിയ സ്കെയിലുള്ള റെസ്റ്റോറൻറ്റ്. എനിവേസ് ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ 1 hour ഡ്രൈവ് ചെയ്ത് നമ്മുടെ ഹോട്ടലിൽ എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഇത് മധ്യപ്രദേശ് ടൂറിസത്തിൻ്റെ, നമ്മുടെ കേരള ടൂറിസം പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോട്ടലാണ്. ക്ഷിപ്ര റെസിഡൻസി എന്നാണ് എൻ്റെ പേര്. ക്ഷിപ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളൊരു വലിയൊരു നദീൻ്റെ പേരാണ്. അപ്പോൾ അവർ നമ്മളെ അപ്ഗ്രേഡ് ചെയ്തിട്ട് സ്വീറ്റ് റൂമിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇതാണ് ആ കാണുന്ന സ്വീറ്റ് റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഒത്തിരി ഫെസിലിറ്റീസും സംഭവങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അതൊരു നല്ല കാര്യമാണ്. ഒരു ദിവസത്തെ ട്രാവലാണല്ലോ, വന്ന് ക്രാഷ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലമായിരുന്നു. ഒത്തിരി ഫാൻസി റെസ്റ്റോറൻറ്റ്സ് വരുന്ന വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ക്ലബ് ആൻഡ് റിസോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, രുദ്രാക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി, അഞ്ജുശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വളരെ അടുത്താണ് അമ്പലത്തിൻ്റെ. അപ്പോൾ നമുക്ക് പോയി വരാനൊക്കെ സൗകര്യമാണ് ഇവിടെ. ഇതാണ് നമ്മളിന്ന് താമസിച്ച ഹോട്ടൽ കേട്ടോ. കുറേ ഹോട്ടലുകളുണ്ട് ഇവിടെ, പക്ഷെ ഇവിടെ ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത് ഈ ക്ഷിപ്ര റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു KTDCൻ്റെ ഒക്കെ ഒരു മോഡലുള്ള ഒരു ഹോട്ടലാണ്. വേറെയും ഇഷ്ടംപോലെ ഫാൻസി റെസ്റ്റോറൻറ്റ്സും ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ രാവിലെ 5:45 സമയമാണ്. അധികം ആൾക്കാരൊന്നും ഇല്ല റോഡിൽ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കാം ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ എനിക്ക് തോന്നി. പിന്നീട് അങ്ങോട്ട് പോയപ്പോഴേക്കും ആ ഒരു ഐഡിയയൊക്കെ മാറി കിട്ടി കേട്ടോ. പക്ഷെ എന്നാലും UPനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നി. ഇൻഡോർ വളരെ ക്ലീനാണ്. ഉജ്ജയിൻ അത്രയ്ക്കില്ലെങ്കിലും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ക്ലീനറായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഈ പോകുന്ന ഓട്ടോ ഉണ്ടല്ലോ, ഇതൊരു ഷെയർ ഓട്ടോ ആണ്. നമ്മൾ കാശിയിൽ പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോസ്. ഇതൊരു നാടൻ ലെയ്ത്തിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ഓട്ടോ ആണെന്ന് തോന്നുന്നു. വലിയ വീതിയൊന്നുമില്ല, ചെറിയ വീതി, പിന്നെ പൊക്കം. അതിലൊരു ഷെയർ ഓട്ടോ പോലെയാണ്. നമ്മൾ ആദ്യം ഒരു സവാരി എടുത്തപ്പോഴേക്കും അതിൽ വേറെ ആൾക്കാർ വന്നിരുന്നു. അങ്ങനെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തെത്താം. അങ്ങനത്തെ ഒരു സംഭവമാണത്.
അപ്പോൾ ഇതാണ് കേട്ടോ ഉജ്ജൈൻ. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻഡോറിൽ വിമാനം ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇൻഡോറിൽ നിന്ന് ഇങ്ങോട്ടൊരു 1 hour ബൈ റോഡുണ്ട്. അപ്പോൾ ഇൻഡോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡോർ ഇസ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. ലാസ്റ്റ് 7 years മറ്റോ അവർ സ്ഥിരമായിട്ട് ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ വിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ഇൻഡോർ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും സ്ഥിരം പരിപാടികളൊക്കെ തന്നെയാണ് നമ്മൾ UP-യിൽ കാശിയിൽ പോയ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതൊക്കെ. മുത്തു ആൻഡ് നമ്മുടെ ടീംസിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ പറയാനായിട്ടും കാണാനായിട്ടൊക്കെ കുറേ പരിപാടികളുണ്ട്. ഒറ്റയ്ക്കാകുമ്പോഴേക്കും അതിൻ്റേതായിട്ടുള്ളൊരു വിരസതയുണ്ട്. മനസ്സാരില്ല, അടുത്ത ട്രിപ്പിൽ നമുക്ക് പിടിക്കാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിലാണ് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത്. ഇതിന് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ രാജേഷ് ഡോക്ടറിനും ബൈക്കും ഒക്കെ. ഇവിടെയും നമ്മൾ കാശിയിൽ കണ്ട പോലെ തന്നെ ഭയങ്കര കമേഴ്ഷ്യലൈസ്ഡ് ആണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോരോ സാധനങ്ങളിവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ ആൾക്കാർ. പൂവ്, ചക്രം, പാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നമ്മളത് അടിച്ചേപ്പിക്കും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും. അവിടെ ദർശനത്തിന് പോകുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടും. മാത്രമല്ല ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ പരിപാടികൾ. പിന്നെ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ അവർ നമ്മളെന്തോ മോശക്കാരെന്നുള്ള രീതിയിൽ അവർ നമ്മളെ നോക്കി രൂക്ഷമായി നോക്കി നമ്മളെ പീഡിപ്പിക്കും ഇവർ. ഇത് നമ്മൾ അവിടെയും കണ്ടതാണ് കാശിയിൽ. അത് തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ പല പല പരിപാടികളാണ്. പിന്നെ പോകുന്ന വഴിയൊക്കെ പറയണ്ടല്ലോ, ചെറിയ ചെറിയ ഗല്ലികൾ പോലത്തെ ഉള്ളതാണ്. അത് മൊത്തം കച്ചറയും പരിപാടികളൊക്കെ ആയിട്ട്. അതൊന്നും ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു കോറിഡോർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, നമ്മൾ കാശിയിൽ കണ്ട പോലെ തന്നെ. അതൊക്കെ നല്ല ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടത്. ഏതായാലും പോയി നോക്കാം. ഹിന്ദി ഹൃദയഭൂമിയിലെ ഗലികളിലൂടെ റിപ്പോർട്ടറിലെ മുട്ട പറഞ്ഞ പോലെ. ഇവിടെ ഒരു ഭാരത് മാതാ മന്ദിറും കൂടി ഉണ്ട് കേട്ടോ. ഇത് നേരെ കാണുന്നതാണ് ഭാരത് മാതാ മന്ദിർ. ഇവിടെ ഭയ്യ ये ले लो, भैया वो ले लो. അമ്മൂമ്മമാർ മുതൽ പിള്ളേർ വരെ തലയിൽ ചന്ദനം തേക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാശിയിൽ പോയപ്പോൾ നമ്മുടെ നെറ്റിക്കൊരു സീല് വെച്ച് തന്നില്ലേ, അതേപോലെ ജയ് മഹാകാൽ എന്ന് പറഞ്ഞിട്ടുള്ള അത് ജസ്റ്റ് അത് വയ്ക്കുന്നതിന് എത്ര 50 രൂപ 100 രൂപയ്ക്ക് അവർ ചെയ്യും. അത് ശരിക്കുള്ള ചന്ദനമാണോ കളഭാണോ എന്നൊക്കെ ഇതിനറിയാം. മഞ്ഞ കളറിൽ ചുവന്ന പ്രിൻ്റുള്ളൊരു സാധനം. 5 രൂപ മുതൽ 50 രൂപേൻ്റെ അപ്പുറത്തോട്ട് വരെ ഉണ്ട് സാധനങ്ങൾ. എന്താണ് ഭയ്യ ഒന്നും വാങ്ങിക്കാത്തതെന്നുള്ള രീതിയിലാണ് അവർ നമ്മൾ നോക്കുന്നത്. പിന്നെ ഇവിടെ ഈ ശീഘ്ര ദർശൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, നമുക്ക് ഫാസ്റ്റ് ട്രാക്കായിട്ട് കാണാനുള്ള. അതിന് 250 രൂപ കൊടുക്കണമെന്നേ ഉള്ളൂ. ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ ക്യൂ. പിന്നെ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈവ് ഫീഡ് ഉണ്ട് ഭഗവാന്റെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവ് ഫീഡിൽ കാണാം. ഇവിടെയും കാണാം, യൂട്യൂബിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദർശനം വളരെ അകത്തോട്ടാണ്. നമുക്ക് ശരിക്കും ഫുൾ അടുത്ത് നിന്നൊന്നും കാണാൻ കഴിയില്ല. ഇത് സ്പീഡ് വിസിറ്റിങ്ങിൻ്റെ കൗണ്ടറാട്ടോ.
ദർശനം കഴിഞ്ഞ് ഇറങ്ങി. അവിടെ മൊബൈൽ അലൗഡ് അല്ല, അതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. നല്ല തിരക്കായിരുന്നു. പക്ഷേ ക്യൂവിലിങ്ങനെ പെട്ടെന്ന് നമ്മളെ തള്ളി വിടും. പക്ഷേ അതിൻ്റെ അടുത്ത് മറ്റമ്പലങ്ങളുണ്ട്, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അനാദികാലേശ്വർ, വൃദ്ധകാലേശ്വർ, അങ്ങനെ പല പല ടൈപ്പ് അമ്പലങ്ങളുണ്ട് എൻ്റെ ചുറ്റിനുള്ള ചെറുത്. ഇതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ ഒരു റാൻഡം അലൈൻമെൻറ്റാണ്. നമ്മൾ കാശിയിൽ കണ്ട പോലെ ഇവിടെ ഒരു കോറിഡോർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്ലീനൊക്കെ ആക്കിയിട്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കോറിഡോർ നമ്മൾ പറഞ്ഞത്. ഇത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോഴേക്കും തൊട്ട് മുന്നിൽ തന്നെയാണ്. ഇവിടെ ഒരു വാക്ക് വേ പോലെ ഉണ്ട് കുറേ. ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ക്യാൻവാസ് ചെയ്യാൻ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇവർ കാൽഭൈരവ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അടുത്തൊരു കാൽഭൈരവ ക്ഷേത്രമുണ്ട്. അത് ഫേമസ് ഫോർ മദിര, അതായത് മദ്യമാണ് അവിടെ കൊടുക്കുന്ന ഭഗവാന്. അപ്പോൾ അത് ദാരുവാല ക്ഷേത്രം എന്ന് പറഞ്ഞാണ് അവർ വിളിക്കുന്നത്. നമ്മളാണ് ദാരുവാല മന്ദിർ. അപ്പോൾ നമ്മൾ ചെരുപ്പ് വെച്ചത് ഫ്രണ്ടിലത്തെ എൻട്രൻസിൻ്റെ അവിടെയാണ്. അത് ചെരുപ്പ് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ കോറിഡോറിലോട്ട് പോകാം. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കോറിഡോറിലോട്ട് ഉള്ള എൻട്രൻസ് ആണ്. അവിടെയാണെങ്കിൽ വിറ്റ് സീനാണ്. അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് കാൽഭൈരവ് മന്ദിറിൽ ജനായ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിക്കും. കുറേ പേരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ദാരുവാല മന്ദിർ ജനായ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ദാരുവാല മന്ദിർ എന്ന് പറയുമ്പോഴേക്കും കുറേ പേര് ചാടിത്തുള്ളി പോകുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ അടുത്തൊരു ചെറിയ ക്ഷേത്രമുണ്ട്, കാൽഭൈരവ ക്ഷേത്രം. അവിടെ ഭഗവാന് കൊടുക്കുന്നത് മദ്യമാണ്. നമ്മൾ മുത്തപ്പന് കള്ളൊക്കെ കൊടുക്കുന്ന പോലെ ആ അതേ മൂർത്തി തന്നെയാണ് ബേസിക്കലി. അപ്പോൾ അതും അടുത്തുണ്ട്. ഇവിടെ 2 ടൈപ്പ് ദർശനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ജനറൽ, ഒന്ന് ശീഘ്ര ദർശൻ. 250 രൂപ പെർ ഹെഡ് കൊടുക്കും. അപ്പോൾ ഇതാണ് ജനറലായിട്ടുള്ള ദർശനം കേട്ടോ. ഇവിടെ ആൾക്കാരെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ 250 രൂപ കൊടുത്ത് പോയതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റി, ഷോർട്ട് കട്ട്.
ഇവിടെ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ സെൽഫി സ്പോട്ട്സാണ്, ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ക്ലീൻ, വെൽ മെയിൻറ്റെയിൻഡ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റാച്യൂസും ഒക്കെ ആയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതായിരിക്കില്ല കേട്ടോ. ആറ്റിറ്റ്യൂഡ് വാല ഫോട്ടോസ്. ഈ കോറിഡോർ നിർമ്മിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽ നമ്മൾ കാശിയിൽ കണ്ട അതേ മെറ്റീരിയൽ തന്നെയാണുണ്ട്. ഒരു പിങ്കിഷ് കളറുള്ള എന്തോ ഒരു ടൈപ്പ് സ്റ്റോണാണ്. ഞാൻ പോളിടെക്നിക്കിൽ പോകാത്തതുകൊണ്ടൊന്നും അറിയില്ല. മുത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞേ ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ എന്നൊക്കെ. ഈ കോറിഡോർ പണിതിരിക്കുന്നത് ഇതേപോലെ ഒരു തടാകമാണെന്ന് തോന്നുന്നു. ഒരു വാട്ടർ ബോഡി ഉണ്ട് അതിൻ്റെ സൈഡിലാണ് കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന ഒരു വാട്ടർ ബോഡി ഉണ്ട്. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലാണ് ഈ കോറിഡോർ. അത് എത്രയോ കിലോമീറ്റർ ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ട് കിടക്കുവാണ്. അങ്ങ് വരെ ഉണ്ട്. ബ്യൂട്ടിഫുൾ. നമുക്കായാലും പോയി നോക്കാം. ഉജ്ജയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഉജ്ജയിൻ. ഇതിൻ്റെ പണ്ടത്തെ പേര് അവന്തിക എന്നായിരുന്നു. ഏകദേശം 6000 കൂടുതൽ വർഷങ്ങൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചരിത്രത്തിൽ ഈ സ്ഥലം പല മെൻഷൻസ് നമുക്ക് കാണാം. അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദിക് ആസ്ട്രോളജി പ്രകാരം ടൈം കമ്പ്യൂട്ടേഷൻ്റെ സ്റ്റാൻഡേർഡായിട്ട് നിശ്ചയിച്ചിരുന്ന സ്ഥലമായിരുന്നു ഉജ്ജയിൻ. അത് നമുക്കിപ്പോൾ ഗ്രീൻവിച്ചാണ് യൂറോപ്പിലുള്ളത്, ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈം. അതാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മളിപ്പോൾ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് മാറുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ ടൈം കമ്പ്യൂട്ടേഷൻ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പം +5:30 GMT എന്ന് പറയുന്നത് GMT നിന്ന് 5.5 മണിക്കൂർ ഇപ്പുറത്തോട്ട്, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ടും അങ്ങനെയാണ് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കമ്പ്യൂട്ടേഷൻ പണ്ട് വേദിക് ആസ്ട്രോളജി പ്രകാരം നടത്തിയിരുന്നത് ഉജ്ജയിനിലാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ലൈനും പിന്നെ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്, അതായത് പ്രൈം മെറീഡിയൻ എന്ന് പറയും, ഈ 2 ലൈനും കോയിൻസൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉജ്ജയിൻ. അപ്പോൾ അതുകൊണ്ട് സമയത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി പ്രത്യേകതകളും ഒത്തിരി സവിശേഷതകളുള്ള സ്ഥലമാണ് ഉജ്ജയിൻ. അതിൻ്റെ കൂടെ മഹാകാൽ എന്ന് പറയുന്ന ഈ മൂർത്തിയും അവിടെ ഉണ്ടെന്നുള്ളത് കൂട്ടി വായിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. രണ്ടാമത്തെ പ്രത്യേകത ഈ മഹാകാലേശ്വർ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഇന്ത്യയിൽ 12 ജ്യോതിർലിംഗങ്ങളാണുള്ളത് ഭഗവാന്റെ. അതിൽ ഒരു പ്രത്യേകതയുള്ള ഒരു ജ്യോതിർലിംഗമാണ് ഈ മഹാകാലേശ്വർ ടെമ്പിൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദക്ഷിണാമൂർത്തി എന്നറിയപ്പെടുന്ന ഒരു ഡിയറ്റിയാണ് ഇവിടെയുള്ളത്. അതായത് ഈ 12 ജ്യോതിർലിംഗങ്ങളിലും ദി ഓൺലി വൺ ഫേസിങ് സൗത്ത് ഇസ് മഹാകാലേശ്വർ ടെമ്പിൾ. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ അമ്പലത്തിനടുത്ത് തന്നെ 1-2 വേറെയും അമ്പലങ്ങളുണ്ട്. അതിൽ 2 പ്രത്യേകമായിട്ടും സവിശേഷതയുള്ളതാണ്. ഒന്ന് ഹർസിദ്ധിമാത ടെമ്പിൾ എന്ന് പറയുന്നത്, അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അത് നമ്മുടെ വിക്രമാദിത്യൻ എന്ന് പറയുന്ന രാജാവ് ചെയ്തു പോന്നിരുന്ന അല്ലെങ്കിൽ ആരാധിച്ചു പോന്നിരുന്ന ഒരു ഭഗവതീൻ്റെ ഒരു സങ്കല്പത്തിലുള്ള അമ്പലമാണ്. അവിടെ ശ്രീചക്രം പൂജയുണ്ടായിരുന്നു. അത് നമ്മുടെ കൊടുങ്ങല്ലൂരായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം അതേ ഒരു വിധാനത്തിലുള്ള ഒരു അമ്പലമാണ്. രണ്ടാമത് ഒരു കാൽഭൈരവ ക്ഷേത്രമുണ്ട് അടുത്തുള്ള. ഈ കാൽഭൈരവ മൂർത്തി എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളുള്ളൊരു മൂർത്തിയാണ്. അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ അമ്മയെ കാണുന്നതിന് മുമ്പ് ഇടതുവശത്തായിട്ടൊരു ക്ഷേത്രപാലകൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂർത്തിയുണ്ട്. അവിടെ ബഡ്ഗ് ഭൈരവൻ എന്നാണ് മലയാളത്തിൽ പറയുക. അത് ഹിന്ദിയിൽ ബട്ടുക് ഭൈരവ് എന്ന് പറയും. ആ മൂർത്തിയും ഈ കാൽഭൈരവ് എന്ന് പറയുന്ന മൂർത്തിയും വളരെ സിമിലാരിറ്റീസ് ഉള്ളൊരു മൂർത്തിയാണ്. അതായത് അതിന് മദിര, അതായത് മദ്യമാണ് കൊടുക്കുന്നത്. അതേപോലെ ഒരു നായി ഉണ്ടാവും അടുത്ത്. പിന്നെ കുറച്ച് ഇത് പറഞ്ഞ പോലെ ഒരു ഭീകര ഒരു കിരാതമൂർത്തി എന്നൊക്കെ പറയാവുന്ന ടൈപ്പിലുള്ള ഒരു ഡിയറ്റിയാണ്. അതിൻ്റെ വിധാനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹോട്ടലിൽ റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഏതായാലും ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. കാരണം ഇവിടെ നല്ല ചൂടാണ് ഉച്ച സമയത്ത്. ആരും അങ്ങനെ പുറത്തിറങ്ങാറില്ല.
അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്കിനി പോകാനുള്ളത് ഹർസിദ്ധി മാത എന്ന് പറയുന്ന ഈ ഒരു മന്ദിറിലാണ് പോകാനുള്ളത്. അവിടെ വൈകുന്നേരം നല്ലൊരു വലിയ ആർത്തിയും ഒരു നല്ലൊരു ഘാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കാണാം.